ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരിയിലെ 58, 59 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി 58ാമത്തെ ശ്ലോകം കേൾക്കാം. അരാളം തേ പാളി യുഗളമകരാജന്യതനയേ നകേശാമാധത്തെ കുസുമശരകോദണ്ഡകുതുകം തിരശ്ചീനോ യത്ര ശ്രവണപഥമുല്ലംഘ്യ വിലസൻ അപാംഗ വ്യാസംഗോ ദിശ ദിശരസന്ധാന ദീക്ഷണ. ഓം ശ്രീ മഹാദേവേ നമഃ. ഗിരിരാജസുതയായ ദേവി അമ്മേ, സാഷ്ടാംഗ നമസ്കാരം. അവിടുത്തെ കണ്ണിനും ചെവികൾക്കും ഇടയിലുള്ള ഭാഗങ്ങൾ കണ്ടാൽ കാമദേവന്റെ വില്ലാണോ എന്ന ശങ്ക തോന്നുന്നു. പുരിക മധ്യമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. വില്ല് കൈകൊണ്ട് പിടിച്ചാൽ അവിടം മറഞ്ഞിരിക്കും. പുരിക മധ്യം അങ്ങനെ തോന്നുന്നു. കണ്ണിനും ചെവിക്കും ഇടയിലുള്ള ഭാഗം സ്പഷ്ടമാക്കുന്നു എന്നുമാവാം ഭാവം. കടക്കണ്ണിന്റെ നോട്ടം കാതുകളെയും കടന്ന് നീണ്ടു ചെല്ലുന്നു. ഈ കടാക്ഷം ശ്രീ പരമേശ്വരനിൽ എത്തുമ്പോൾ ആ മനസ്സ് ചഞ്ചലമാകുന്നു എന്ന് വ്യംഗ്യം. അമ്മേ, അവിടത്തെ കടാക്ഷാമൃതത്താൽ അഭിഷേകം ചെയ്ത് ഈ മക്കളെ ശുദ്ധീകരിച്ചാലും ഞങ്ങളിതാ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. അടുത്തതായി 59ാമത്തെ ശ്ലോകം കേൾക്കാം. അതിനു മുമ്പ് ഈ 58ാമത്തെ ശ്ലോകത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇത് 45 ദിവസം 1000 ഉരു മുടങ്ങാതെ ജപിക്കണം. ഇത് സർവവ്യാധി ഹരമാണ്, സകല രാജവശ്യം. ഇനി 2 ഫലങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തത് 59ാമത്തെ ശ്ലോകം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സ്ഫുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിദം മന്മദരഥം യമാരുഹ്യ ദ്രുഹ്യ ത്യവനിരധമർക്കേന്ദുചരണം മഹാവീരോ മാരഃ പ്രമഥപതയേ സഞ്ജിതവതേ. അവിടുത്തെ വാത്സല്യം തുളുമ്പുന്ന മുഖം ഞങ്ങളുടെ നേരെ തിരിയട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആ തൃപ്പാദങ്ങളിൽ അമ്മേ നമ്മൾ നമസ്കരിക്കുന്നു. പരദേവതയെ കാത്തുരക്ഷിച്ചാലും അമ്മേ. അല്ലയോ മഹാദേവി, കണ്ണാടി പോലെ നിർമ്മലമായി തെളുതെളേ മിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച താടങ്കയുഗളത്തോടുകൂടിയ നിന്തിരുവടിയുടെ ഈ എന്റെ ഹൃദയകമലത്തിൽ കാണപ്പെടുന്ന അമ്മയുടെ ആ മുഖം കാമദേവന്റെ 4 ചക്രങ്ങളോടുകൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ മന്മഥൻ ഈ രഥത്തിൽ കയറി മഹാശൂരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങളോടുകൂടിയ ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു. ഭഗവതിയുടെ ശ്രവണങ്ങളിൽ 2 തോടകളുണ്ട്. ദേവിയുടെ 2 കമ്മലുകൾ. അവ കണ്ണാടി പോലെ നിർമ്മലമായ ഖണ്ഡങ്ങളിൽ പ്രതിഫലിച്ചാൽ 4 എണ്ണമായിട്ട് കാണുന്നു. ഈ 4 തോടകൾ ചക്രങ്ങളായി കൽപ്പിച്ച് മുഖത്തെ മന്മഥന്റെ രഥമായിട്ട് ഇവിടെ ആചാര്യർ വർണ്ണിക്കുന്നു. മന്മഥൻ ഈ രഥത്തിൽ കയറിയിട്ടാണ് മഹാവീരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങൾ മാത്രമുള്ള ഭൂമിയാകുന്ന തേരിൽ കയറി എതിർക്കുന്ന ത്രിപുരാന്തകനെ, നമ്മുടെ ഭഗവാനെ, മഹാദേവനെ യുദ്ധം ചെയ്ത് ജയിക്കുന്നത്. ഈ മന്ത്രം 45 ദിവസം 1000 ഉരു ജപിച്ചാൽ ആരും വശ്യമാകുമെന്നാണ് കേട്ടോ പറയുന്നത്. അമ്മയുടെ ആ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.